വെൽക്കം. ഡിജിറ്റൽ ലാബ് എക്സ്പെരിമെൻ്റ് തേർഡ് മോഡ്യൂൾ സീക്വൻഷ്യൽ ലോജിക്കിനെ പറ്റിയാണ്. അതിൻ്റെ പാർട്ട് 1 ലാച്ചസ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നീ സർക്യൂട്ടുകളുടെ എക്സ്പെരിമെൻറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. തേർഡ് മോഡ്യൂളിൻ്റെ പാർട്ട് 1 ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏതൊക്കെ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഈ ലിസ്റ്റും നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ആയിട്ട് അയക്കുന്നതാണ്. ഇവിടെ DCP ലാബ് 31 to 41 അതാണ് നമ്മൾ ഈ ലിസ്റ്റായിട്ട് അയച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് SR ലാച്ച് 1, SR ലാച്ച് 2 എന്ന് പറഞ്ഞ രണ്ട് ഫയൽസ് SR ലാച്ചിന് വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ തന്നെ 33 ക്ലോക്ക്ഡ് SRFF ആയിട്ടും കൂടി അയച്ചിട്ടുണ്ട്. ഡി ലാച്ച്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നീ എക്സ്പെരിമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് 34 and 35 എക്സ്പെരിമെൻറ്റ്സ് അയച്ചിരിക്കുന്നത്. ഡി ലാച്ച് യൂസിങ് നാൻഡ് നോട്ട് IC കൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് IC 7474. JK ഫ്ലിപ്പ് ഫ്ലോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 എക്സ്പെരിമെൻറ്റ്സ് ആണ് അയച്ചത്. 36, 37, 38. അതിൽ 36 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ്സ്, 37 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് IC 7473, 38 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് IC 7476. 39, 40, 40B അങ്ങനെ 3 ഫയലുകളായിട്ട് 2 തവണ അയച്ചത്. അത് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതായത് മാസ്റ്റർ സ്ലേവ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെയാണ് ആദ്യത്തേൽ. രണ്ടാമത് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സർക്യൂട്ടാണ് അയച്ചിരിക്കുന്നത്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 41th എക്സ്പെരിമെൻ്റ് ആയിട്ട് നമ്മളത് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഫയൽസും ഇതിൻ്റെ അനുബന്ധ മെറ്റീരിയലും എല്ലാം കൂടെ 42nd ഫയലായിട്ട് അയക്കുന്നുണ്ട്. ഇതിൽ പിന്നെ ഇതിൻ്റെ മാനുവൽസ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് SR ലാച്ച്, ഡി ലാച്ച്, ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, എഡ്ജ് ട്രിഗേർഡ് അല്ലെങ്കിൽ മാസ്റ്റർ സ്ലേവ് ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാസ്റ്റർ സ്ലേവ് JKFF. ഇതെല്ലാം സിട്രൽ ലാബ് മാനുവൽസിൻ്റെ പേജ് നമ്പർ 33 to 37 മറ്റ് മാനുവലുകളായിട്ടും ഉണ്ടാവും. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്, മറ്റ് മാനുവലുകൾ, വെബ്സൈറ്റ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ ഒരു ടെക്സ്റ്റ് ബുക്ക് അറ്റാച്ച്മെൻ്റ് ആയിട്ട് അയച്ചിരുന്നു. അതിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. റെക്കോർഡ് തയ്യാറാക്കുന്ന നിങ്ങളുടെ ഫാക്കൽറ്റി ആയിട്ട് തീരുമാനിച്ചിട്ട് ഏതെല്ലാം എക്സ്പെരിമെൻറ്റ്സ് റെക്കോർഡ് ചെയ്യണമെന്നുള്ളത് തീരുമാനിച്ച് അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിൻ്റെ റെഫറൻസസ് കഴിഞ്ഞ അറ്റാച്ച്മെൻറ്റിൽ കാണിച്ചതുപോലെ തന്നെ ഏതെല്ലാമാണെന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫയലിൻ്റെ കൂടെ സിട്രൻ്റെ ലാബ് മാനുവൽ ഈ മോഡ്യൂളിന് വേണ്ടിയുള്ള പാർട്ട് 1 മോഡ്യൂൾ 3 പാർട്ട് 1 വേണ്ടിയുള്ള പേജസ് 33 to 37 കൂടെ അറ്റാച്ച്മെൻ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ മോഡ്യൂൾ 3 ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവും. ഇതെല്ലാം റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെക്കേഷന് ശേഷം ബാക്കിയുള്ള മോഡ്യൂൾസിൻ്റെ തേർഡ് മോഡ്യൂളിൻ്റെ ബാക്കി പാർട്ട് കൂടി വെക്കേഷന് ശേഷം എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.